Hi friends, welcome to Garam Masala, the magic spices of cooking. Stove top cheese pizza. ഇന്ന് നമുക്ക് പാൻ ഉപയോഗിച്ച് എങ്ങനെ ബേസിക് ചീസ് പിസ്സ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനുവേണ്ടി ആദ്യം നമുക്ക് പിസ്സ ഡോ തയ്യാറാക്കിയെടുക്കണം. നമുക്ക് 1.5 കപ്പ് മൈദ എടുക്കാം. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കണം. ഇനി 1/4 ടീസ്പൂൺ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഇവ കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. നമുക്കിതിനെ കൈ ഉപയോഗിച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ചെറു ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതിനെ നമുക്കൊരു സ്റ്റിക്കി ഡോ ആക്കി മാറ്റണം. ഇപ്പോൾ നമ്മുടെ ഡോ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ആവശ്യത്തിന് മൈദ ചേർത്ത് വേണം ഇതിനെ കുഴച്ചെടുക്കാൻ. 5 മുതൽ 10 മിനിറ്റ് വരെ ഇതിനെ കുഴച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഡോ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പൊങ്ങാൻ വേണ്ടി വയ്ക്കാം. 2 മണിക്കൂറാണ് പൊങ്ങാൻ വേണ്ടി വെക്കേണ്ടത്. നമ്മുടെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഒന്നുകൂടെ കുഴച്ചെടുക്കാം. 5 മിനിറ്റോളം ഇതിനെ നമുക്ക് കുഴച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പരത്തിയെടുക്കാം. കുറച്ച് മൈദ തടവിയതിനു ശേഷം നമുക്കിതിനെ പരത്തിയെടുക്കാം. 1/2 ഇഞ്ച് തിക്നെസ്സിൽ വേണം പരത്തിയെടുക്കാൻ. ഇപ്പോൾ നമ്മുടെ പിസ്സ ബേസ് തയ്യാറായിട്ടുണ്ട്. ഇനി ഒരു ഫോർക്ക് ഉപയോഗിച്ച് നമുക്കിതിനെ പ്രസ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഡോ പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് പിസ്സ തയ്യാറാക്കാം. ഇതിനു വേണ്ടി അടികട്ടിയുള്ള ലിഡോട് കൂടിയ ഒരു പാനാണ് വേണ്ടത്. ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പാൻ നന്നായി ചൂടായി വരുമ്പോൾ വേണം നമുക്കിതിലോട്ട് പിസ്സ ബേസ് വയ്ക്കാൻ. പാൻ നല്ല ചൂടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ പിസ്സ ബേസ് പെർഫെക്റ്റായി കുക്കാവുകയില്ല. ബബിൾസ് വരുമ്പോൾ നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പിസ്സ ബേസിൻ്റെ അടിഭാഗം ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ടോപ്പിംഗ്സ് വയ്ക്കാം. ഇവിടെ ഞാൻ 3 ടേബിൾ സ്പൂൺ പിസ്സ സോസാണ് അപ്ലൈ ചെയ്യുന്നത്. പിസ്സ സോസിന് പകരമായി ടൊമാറ്റോ കെച്ചപ്പ് അപ്ലൈ ചെയ്താലും മതിയാകും. ഇനി നമുക്ക് 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ മോസറല്ല ചീസ് വയ്ക്കണം. ഇതിൻ്റെ മുകളിലായി നമുക്ക് 2 പിഞ്ച് ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഇതിൻ്റെ സൈഡിലും മുകളിലുമായി ഒഴിച്ചു കൊടുക്കാം. ഇതിനെ നമുക്ക് അടച്ചു വെച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിൽ 8 മുതൽ 10 മിനിറ്റ് വരെ വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ലിഡൊന്ന് പൊക്കി കൊടുക്കണം. എക്സ്ട്രാ മോയ്സ്ചർ ഉണ്ടെങ്കിൽ അത് പോകുവാൻ വേണ്ടിയാണ്. ഇപ്പോൾ നമ്മുടെ ചീസെല്ലാം മെൽറ്റായി വന്നിട്ടുണ്ട്. പിസ്സയുടെ ബേസ് നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പാനിൽ നിന്ന് മാറ്റാം. അങ്ങനെ നമ്മുടെ ഹോം മെയ്ഡ് സ്റ്റൗ ടോപ്പ് ചീസ് പിസ്സ തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ ആവശ്യാനുസരണം മുറിച്ചെടുക്കാം. ഇതിനെ നമുക്ക് ചൂടോടുകൂടെ തന്നെ സെർവ് ചെയ്യാം. താങ്ക് യു.